സംസ്ഥാന സർക്കാരിന്റെ വിമൻ സിനിമ പ്രോജക്റ്റിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച് ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത ചിത്രമാണ് B32 മുതൽ 44 വരെ. പെൺശരീരത്തിന്റെ അളവുകളും അതിലെ രാഷ്ട്രീയവും പറയുന്ന ചിത്രം ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന 5 സ്ത്രീകളുടെയും ഒരു ട്രാൻസ്മെന്റെയും കഥയാണ്. രമ്യ നമ്പീശൻ, അനാർക്കലി മരക്കാർ, സെറിൻ ഷിഹാബ്, ബി അശ്വതി, റെയ്ന രാധാകൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾ അവരുടെ സ്ഥാനങ്ങൾ മൂലം നേരിടുന്ന ഇൻസെക്യൂരിറ്റിയും അതിനെ മറികടന്ന് തന്റെ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നതുമൊക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ലിഫ്റ്റ് ചോദിച്ച് ട്രാൻസ്മെനായ സിയയുടെ ബൈക്കിൽ കയറി പോകുന്ന ഒരു പയ്യനെയാണ് കാണിക്കുന്നത്. ആൺകുട്ടിയെപ്പോലെയുള്ള സിയയുടെ ലുക്ക് കണ്ട് ചേട്ടനാണെന്ന് കരുതിയാണ് താൻ ലിഫ്റ്റ് ചോദിച്ചതെന്ന് ആ പയ്യൻ പറയുമ്പോൾ ചേട്ടൻ തന്നെയാണെന്ന് സിയയും പറയുന്നു. ശേഷം പയ്യൻ സിയയുടെ വയറ്റിൽ പിടിക്കുകയും സർജറിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇറിറ്റേറ്റഡ് ആകുന്നത് കൊണ്ട് തന്നെ സിയ അവനെ പകുതി വഴിയിൽ ഇറക്കിവിടും. അങ്ങനെ ഇറക്കിവിടുന്നതിനിടയിൽ നടു റോഡിൽ വെച്ച് ആ പയ്യൻ നല്ല കൂളായി തന്നെ സിയയോട് തന്റെ ബ്രസ്റ്റിൽ പിടിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് കേട്ട് സിയ ഞെട്ടിപ്പോകും. ഈ സീൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചുനാൾ മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. സിയയാണ് ചിത്രത്തിലെ ട്രാൻസ്മെനായിട്ടുള്ള കഥാപാത്രം. ഒരു ഫോട്ടോഗ്രാഫറും കലാകാരിയുമായ സിയ സ്ത്രീയിൽ നിന്നും പുരുഷനിലേക്കുള്ള യാത്രയിലാണ്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി അവന് പൊടിമീശയും താടിയുമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും സർജറി ചെയ്ത് മാറ്റാത്ത തന്റെ മാറിടങ്ങൾ അവൾക്ക് പലപ്പോഴും പ്രശ്നമാകുന്നുമുണ്ട്. അടുത്തത് മാലിനിയെയാണ് കാണിക്കുന്നത്. ബ്രസ്റ്റ് ക്യാൻസറിനെ തുടർന്ന് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ് മാലിനിയുടെ ഹസ്ബൻഡാണ് വിവേക്. സർജറിക്ക് ശേഷം വീട്ടിൽ ചെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നേഴ്സ് മാലിനിക്കും വിവേകിനും പറഞ്ഞു കൊടുക്കുന്നു. മാലിനി വർക്ക് ചെയ്യുന്നത് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. വിവേക് ഒരു പ്രൈവറ്റ് കമ്പനിയിലും. ഡിസ്ചാർജായി വരുന്ന വഴിക്ക് മൈൻഡ് ഒന്ന് ക്ലിയർ ആകാൻ ഒരു ട്രിപ്പ് പോയാലോ എന്നൊക്കെ മാലിനി ചോദിക്കുമ്പോൾ സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ആദ്യം അതൊക്കെ ഒന്ന് ശരിയാകട്ടെ എന്ന് വിവേക് പറയുന്നു. ഇവർ ശരിക്കും ഒരുമിച്ച് പഠിച്ചവരും പ്രണയിച്ച് വിവാഹിതരായവരുമാണ്. വളരെ സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു ഇരുവരുടെയും. വിവേക് വളരെ കൃത്യമായ രീതിയിൽ തന്നെ മാലിനിക്ക് ഭക്ഷണവും മെഡിസിനും ഒക്കെ കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിലും അവൾക്ക് എപ്പോഴും വിവേകിൽ നിന്ന് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. മാലിനിയുടെ വീട്ടിലെ ജോലിക്കാരി തന്റെ ഭർത്താവ് ജോസഫിന് നടുവേദനയാണെന്ന് പറഞ്ഞ് കുറച്ച് കാശിന് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ മാലിനി ഒന്നും നോക്കാതെ അവൾക്ക് കാശ് കൊടുക്കുന്നു. ഇത് കണ്ട് വിവേക് മാലിനിയെ വഴക്ക് പറയും. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുവെങ്കിലും വിവേക് തന്നിൽ നിന്ന് അകന്നകന്നു പോകുന്നതായി മാലിനിക്ക് ഫീൽ ചെയ്യുന്നു. അത് പറയുമ്പോൾ ഓഫീസിലെ ജോലിയുടെ ടെൻഷനും മാലിനിയുടെ അസുഖവുമെല്ലാം കാരണം താൻ വല്ലാതെ സ്ട്രെസ്സിലാണെന്ന് വിവേക് മാലിനിയോട് പറയും. മാലിനിക്ക് എന്നാൽ അതത്ര കൺവിൻസിംഗ് ആയിരുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ട്യൂബിൽ കൈതട്ടുമെന്ന് പറഞ്ഞ് മാലിനിയോട് മാറിക്കിടക്കാൻ വിവേക് പറയുന്നു. അതവൾക്ക് ഒരുപാട് സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്ത്രീ കഥാപാത്രമാണ് ഇമാൻ. ഒരു ഹോട്ടൽ ബിസിനസ് ഗ്രൂപ്പിന്റെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവാണ് ഇമാൻ. വളരെ എഫിഷ്യൻ്റായ എക്സിക്യൂട്ടീവായിരുന്നിട്ടും ഓഫീസിലെ ഇയർലി പ്രമോഷന് ഇമാനെ പരിഗണിക്കുന്നില്ല. അടുത്ത തവണ ഇമാനെ പോലുള്ളവരെ പരിഗണിക്കാമെന്ന അവരുടെ GM ലീന പറയുന്നത് കേട്ട് ഇമാന് വല്ലാതെ സങ്കടമാകും. സുന്ദരിയും എഫിഷ്യൻറ്റും എല്ലാം കൊണ്ടും ക്വാളിഫൈഡുമായിരുന്നിട്ടും തന്നെ എന്തുകൊണ്ടാണ് പ്രമോഷന് പരിഗണിക്കാഞ്ഞതെന്ന് ഇമാൻ GMനോട് ചോദിക്കുമ്പോൾ പറയുന്ന കാരണം ഇമാന്റെ സ്ഥാനവലിപ്പമില്ലായ്മയായിരുന്നു. നേരത്തെ വിവാഹിതയായ ഇമാൻ ഫസ്റ്റ് നൈറ്റിൽ ഇതേ കാരണത്താൽ അപമാനിതയായ ഒരു ഓർമ്മ ഇമാന് അപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇമാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഇമാനെ മാനസികമായി വല്ലാതെ തളർത്തുന്നുമുണ്ട്. ഇമാൻ ഗൂഗിളിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റിന്റെ പോസിബിലിറ്റീസ് ഒക്കെ സെർച്ച് ചെയ്യുന്നു. ശേഷം തൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ജിം ട്രെയിനറിനെ പോയി കണ്ട് ഹോർമോൺ ടാബ്ലറ്റ് വാങ്ങുന്നു. ആ ഫ്രണ്ട് അതിന് പറ്റിയ വല്ല വേറെ വഴിയും നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള കാശൊന്നും തൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അവൾ നേരെ റൂമിലേക്ക് വരുന്നു. സിയയോടൊപ്പമാണ് ഇമാൻ താമസിക്കുന്നത്. രണ്ടാളും നല്ല കൂട്ടാണ്. ഇമാൻ കഴിക്കുന്ന ഹോർമോൺ ടാബ്ലറ്റിനെ പറ്റിയൊക്കെ സിയ ഇമാനോട് ചോദിക്കുന്നു. നീ സ്ട്രിപ്പ് സെന്ററിലൊന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത്, പിന്നെ നീ ഈ ജോലി നിലനിർത്താൻ എന്തിനാ ഇത്ര പാടുപെടുന്നത്, ഇത് കളഞ്ഞിട്ട് പൊക്കൂടെ എന്നൊക്കെ സിയ ചോദിക്കുമ്പോൾ ഇമാന് ദേഷ്യം വരും. കാരണം അനിയത്തിയുടെ പഠനത്തിനും മറ്റ് ഇമാന് ആ ജോലി വളരെ അത്യാവശ്യമായിരുന്നു. ജോലിയിൽ പ്രമോഷൻ ലഭിച്ചിരുന്നെങ്കിൽ അതവൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയേനെ. എങ്ങനെയെങ്കിലും തന്റെ ഡിഫക്റ്റ് പരിഹരിച്ച് പ്രമോഷൻ നേടാനുള്ള ശ്രമത്തിലാണ് ഇമാൻ. എന്നാൽ അതിന്റെ ആവശ്യമില്ല, നിനക്കൊടുക്കത്തെ ഗ്ലാമർ അല്ലേ, ജോലി പോവാണെങ്കിൽ പോട്ടെന്നൊക്കെ പറഞ്ഞ് സിയ കൂളാക്കാൻ അവളെ നോക്കുമെങ്കിലും ഇമാന് ഒരു സമാധാനവും കിട്ടുന്നില്ല. എങ്ങനെയും ആ ജോലിയിൽ പിടിച്ചു നിൽക്കുക മാത്രമായിരുന്നു ഇമാന്റെ മുമ്പിലുള്ള മാർഗം. മൂന്നാമത്തെ കഥാപാത്രമായ നിധിയെയാണ് അടുത്തതായി
പോകുന്നതായി കാണിക്കുന്നത്. നിധി ഒരു +1 സ്റ്റുഡന്റ് ആണ്. അവൾ അങ്ങനെ ക്ലാസ്സിലിരിക്കെ പെട്ടെന്ന് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞ് നിധി ക്ലാസ്സിൽ നിന്ന് വേഗം വാഷ്റൂമിലേക്ക് വരുന്നു. വാഷ്റൂമിലെത്തുന്ന നിധി വേഗം തന്റെ ഡ്രസ്സൊക്കെ ഊരിമാറ്റും. നിധിയുടെ ബ്രസ്റ്റിൽ നിന്നും അപ്പോഴേക്കും മിൽക്ക് ഇങ്ങനെ ഊസൗട്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിധി വളരെ ബുദ്ധിമുട്ടി കുറച്ച് മുലപ്പാൽ ക്ലോസറ്റിലേക്ക് പിഴിഞ്ഞു കളഞ്ഞ ശേഷം ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നു. ക്ലാസ്സിലും അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. നിധിയുടെ ഈ പെരുമാറ്റമെല്ലാം പക്ഷേ ക്ലാസ്സിലെ തന്നെ ഒരു പയ്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്ന നിധിയോട് ആ പയ്യൻ വന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നിധിയുടെ വീടാണ്. അവിടെ നിധിയുടെ അച്ഛൻ സുരേഷ് വിവേകുമായി ഒരു ഡിസ്കഷനിലായിരുന്നു. നിധിയുടെ അച്ഛന്റെ കമ്പനിയുടെ PR വർക്ക് ചെയ്യുന്നത് വിവേകാണ്. അണ്ടർഗാർമെന്റ്സിന്റെ ഒക്കെ ഒരു കമ്പനിയാണ് സുരേഷിന്. സുരേഷിന്റെ കമ്പനിയുടെ ഒരു പുതിയ പ്രോഡക്റ്റിന് പറ്റിയ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയ വിവരം പറയാനാണ് വിവേക് വന്നിരിക്കുന്നത്. ഫോട്ടോ കാണുമ്പോൾ നിധിയുടെ അച്ഛനും ആളെ ഇഷ്ടമാകുന്നു. അവർ സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് പെട്ടെന്ന് നിധി വരും. ഇതെന്റെ മൂത്ത മകളാണെന്ന് പറഞ്ഞ് അച്ഛൻ നിധിയെ വിവേകിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിധി റൂമിലേക്ക് പോകുമ്പോഴേക്കും നിധിയുടെ അമ്മ ഒരു ചെറിയ കൈക്കുഞ്ഞുമായി വന്ന് മാലിന്യയുടെ വിശേഷങ്ങളും അസുഖ വിവരങ്ങളും ഒക്കെ വിവേകിനോട് ചോദിക്കുന്നു. ശേഷം നിധിയുടെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് നിധിയുടെ മുറിയിലേക്ക് വരുന്നു. ശരിക്കും അത് നിധിയുടെ കുഞ്ഞായിരുന്നു. എങ്ങനെയോ അബ്യൂസ് ചെയ്യപ്പെട്ടതിന്റെ ഫലമായി നിധിക്ക് ജനിച്ച കുഞ്ഞായിരുന്നു അത്. നിധിയുടെ അമ്മ കുഞ്ഞിനെ എടുക്കാനോ നേരിട്ട് മുലയൂട്ടാനോ നിധിയെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിധി മുലപ്പാൽ ഫീഡിംഗ് ബോട്ടിലിലാക്കി അമ്മയ്ക്ക് കൊടുക്കുകയും അമ്മ തന്നെ അത് കുഞ്ഞിന് കൊടുക്കുകയുമായിരുന്നു പതിവ്. അടുത്ത 4ാമത്തെ കഥാപാത്രമായ ജയയാണ് കാണിക്കുന്നത്. ഈ ജയയാണ് നമ്മുടെ വിവേകിന്റെയും മാലിന്യയുടെയും വീട്ടിലെ ജോലിക്കാരി. അവളുടെ ഭർത്താവ് നടുവിന് സുഖമില്ലാതെ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. 2 കുഞ്ഞു കുട്ടികളുമുണ്ട് ജയയ്ക്ക്. ഭർത്താവിന് സുഖമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ വീട്ടുചെലവും പ്രാരാബ്ദങ്ങളും എല്ലാം തന്നെ ജയയുടെ ചുമലിലാണ്. മാലിന്യയുടെ വീട്ടിലെ പോലെ തന്നെ പല വീടുകളിലും വീട്ടുജോലിയൊക്കെ ചെയ്താണ് ജയ തന്റെ കുടുംബത്തിലെ ചെലവും കാര്യങ്ങളുമൊക്കെ നോക്കി നടത്തുന്നത്. ഇതിന്റെ എല്ലാം കൂടി ജയയുടെ അമ്മായിയമ്മയാണെങ്കിൽ എല്ലാത്തിനും അവളെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. ജയ താമസിക്കുന്നതിന്റെ തൊട്ട് താഴത്തെ വീട്ടിലെ സ്ത്രീക്ക് ജയയെ വലിയ ഇഷ്ടമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ജയയോട് താഴത്തെ വീട്ടിലെ ആ സ്ത്രീ അവരുടെ മകൾ റേച്ചലിന് കരുണപ്രസാദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫിലിമിലേക്ക് ഓഡിഷന് സെലക്ഷൻ കിട്ടിയതായി ജയയോട് വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവള് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നന്നായി എന്ന് ജയയും പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിവേകിന്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ജയയോട് വിവേക് മോഡലിംഗിന്റെ കാര്യം പറയുന്നു. അതായത് സുരേഷിന്റെ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ മോഡലായി വിവേക് കണ്ടുപിടിച്ചത് നമ്മുടെ ഈ ജയയാണ്. എന്നാൽ തന്റെ ഭർത്താവും വീട്ടുകാരും ഒന്നും സമ്മതിക്കില്ലെന്ന് ജയ വിവേകിനോട് പറയുന്നു. ഒരൊറ്റ ദിവസത്തേക്ക് ജയയ്ക്ക് വിവേക് പറഞ്ഞ എമൗണ്ട് 25,000 രൂപയാണ്. ജയയെ സംബന്ധിച്ചും അത് വലിയൊരു തുകയാണ്. ജയയ്ക്ക് അത് വലിയൊരു സഹായമാകും എന്ന തരത്തിലാണ് വിവേക് അവളോട് സംസാരിക്കുന്നത്. കാശിന്റെ ആവശ്യം ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിലായി പോകുന്നു നമ്മുടെ ജയ. അടുത്തത് 5ാമത്തെ സ്ത്രീ കഥാപാത്രമായ റേച്ചലിനെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഫിലിമിൽ ഓഡിഷൻ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ ഒരു കക്ഷിയെക്കുറിച്ച്, അത് തന്നെ. റേച്ചലിന്റെ ബോയ് ഫ്രണ്ടാണ് ശരൺ. അവൻ സിനിമയിൽ അസോസിയേറ്റായി വർക്ക് ചെയ്യുകയാണ്. റേച്ചൽ ശരണിനോടൊപ്പം ബൈക്കിൽ ഡയറക്ടർ കരുണപ്രസാദിനെ കാണാനായി പോകുന്നു. നമ്മുടെ ഇമാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലാണ് റേച്ചൽ ഓഡിഷനായി വരുന്നത്. റേച്ചലിന് നല്ല ടെൻഷനുണ്ടെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ഇമാൻ റേച്ചലിനോട് സംസാരിച്ച് അവളെ കുറച്ച് കൂളാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. റേച്ചലിനും അതൊരു ആശ്വാസമായി തോന്നുന്നു. അവരങ്ങനെ സംസാരിച്ച് നല്ല കൂട്ടാകുന്നു. ഇമാൻ അങ്ങനെ ഓഡിഷൻ നടക്കുന്നിടത്തേക്ക് റേച്ചലിനെ കൊണ്ടാക്കുന്നു. റേച്ചലിനോട് കരുണപ്രസാദ് ഒരാൾ തന്നെ റേപ്പ് ചെയ്യുന്നതായി അഭിനയിച്ചു കാണിക്കാനായി പറയും. ഓഡിഷന് വന്നിരുന്ന മറ്റൊരു പയ്യനെ കൊണ്ട് തന്നെയാണ് ആ സീൻ ഡയറക്ടർ സെറ്റ് ചെയ്യുന്നത്. 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് വരാൻ 2 പേരോടും കരുണപ്രസാദ് പറയുന്നു. അവര് പ്രാക്ടീസിനായി പോകുന്നത് കാണിച്ച് ആ സീൻ കട്ടാകും. അടുത്തത് മാലിനി തന്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മാനസികമായി മാലിനി അത്ര ഓക്കെ അല്ലെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ എന്താ പ്രശ്നമെന്ന് ഡോക്ടർ മാലിനിയോട് ചോദിക്കുന്നു. മാലിനിയുടെ കൂടെ പഠിച്ച ആളായിരുന്നു ഈ ഡോക്ടർ. അതുകൊണ്ട് തന്നെ തന്റെ പ്രശ്നം പറയാൻ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. സർജറിക്ക് ശേഷം വിവേകിന് വന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു മാലിനി ഡോക്ടറിനോട് പറഞ്ഞിരുന്നത്. അതവൾ തുറന്നു പറയുമ്പോൾ അടുത്തിടെ നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ, അപ്പോൾ വിവേകിനോട് സംസാരിക്കാമെന്ന് ഡോക്ടറും പറഞ്ഞവളെ സമാധാനിപ്പിക്കും. അടുത്ത് കാണിക്കുന്നത് വിവേകിന്റെയും മാലിനിയുടെയും ഫ്ലാറ്റാണ്. ഡോക്ടർ ഉൾപ്പെടെ അവരുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം കൂടി അവിടെ ഒത്തുകൂടിയതായിരുന്നു. തങ്ങൾ ഒരുമിച്ച് പഠിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളും തമാശകളും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ സ്ത്രീകളുടെ ബൂബ്സിനെ കുറിച്ചും അവർക്കിടയിൽ സംസാരമുണ്ടാകും. അതോടെ മാലിനി പെട്ടെന്ന് ഡെസ്പ് ആകുന്നു. അപ്പോഴുണ്ട് വിവേകിന് അടുത്ത് കിട്ടിയ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് ഒരു ഫ്രണ്ട് പറയും. നമ്മുടെ നിധിയുടെ അച്ഛനായ സുരേഷിന്റെ മൈബി എന്ന ലോഞ്ചറി കമ്പനി
കമ്പനിയുടെ PR വർക്കിന്റെ കാര്യമായിരുന്നു ഫ്രണ്ട് പറഞ്ഞത്. എന്നാൽ വിവേക് അത് മാലിനിയോട് പറഞ്ഞിരുന്നുമില്ല. അത് കേൾക്കുന്നതോടെ മാലിനി ആകെ സൈലൻ്റായി പോകുന്നു. വിവേക് അത് അവളോട് പറയാത്തതിൽ മാലിനിക്ക് നല്ല സങ്കടം തോന്നും. എല്ലാവരും പോയ ശേഷം മാലിനി അത് വിവേകിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ശരിക്കും അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് എല്ലാം അപ്പോഴേക്കും പോയിരുന്നു. ഇപ്പോഴുള്ള വിവേകിനെ മാലിനിക്കും മാലിനിയെ വിവേകിനും അറിയുമായിരുന്നില്ല. രണ്ടാളുടെയും പെരുമാറ്റം അത്രയ്ക്ക് സ്ട്രെയിഞ്ച് ആയിരുന്നു. രാത്രി വിവേക് മാലിനിയുടെ അടുത്ത് വന്ന് കിടക്കാതെ സെറ്റിയിൽ തനിയെ പോയി കിടക്കുന്നു. ഇതൊക്കെ അവരുടെ ബന്ധത്തെ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു എങ്കിൽ പോലും ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ വിവേകിൽ നിന്ന് മാലിനി മാനസികമായി അകന്നു തുടങ്ങുന്നു. അടുത്ത് കാണിക്കുന്നത് നിധിയുടെ വീടാണ്. കുഞ്ഞിനെ ജയയെ ഏൽപ്പിച്ച ശേഷം നിധിയുടെ അമ്മ അടുത്തുള്ള ഒരു ഷോപ്പിൽ എന്തോ വാങ്ങാനായിട്ട് പോകുന്നു. ഈ സമയം നിധിയും ജയയും കുഞ്ഞും മാത്രമാണ് ആ വീട്ടിലുള്ളത്. കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് ജയ നിധിയോട് ചോദിക്കുമ്പോൾ പേരിട്ടിട്ടില്ലെന്ന് നിധി പറയുന്നു. പെട്ടെന്ന് കുഞ്ഞ് ഉറക്കമുണർന്ന് കരയാൻ തുടങ്ങും. ജയ അടുക്കളയിലേക്ക് കുഞ്ഞിന് കൊടുക്കാനുള്ള പാലെടുക്കാൻ പോകുമ്പോൾ നിധിയോട് കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണയെന്ന് പറയുന്നുണ്ട്. നിധി വേഗം കരയുന്ന കുഞ്ഞിനെ കയ്യിലെടുത്ത് അതിനെ മുലപ്പാലൂട്ടാനായി ശ്രമിക്കുന്നു. ഇത് കണ്ടുവരുന്ന ജയ നിധിയെ ഹെൽപ്പ് ചെയ്യുന്നു. അതോടെ അത് നിധിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം ജയയ്ക്കും മനസ്സിലാകും. പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന നിധിയുടെ അച്ഛൻ പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞ് നിധിയെ അവിടെ നിന്നും പറഞ്ഞുവിടും. ജയയോടും ഇവിടെ നടന്നതൊന്നും ആരോടും പറയരുതെന്ന് അയാൾ പറയുമ്പോഴേക്കും നിധിയുടെ അമ്മയും അവിടേക്ക് വരുന്നു. ശരിക്കും ആ കുഞ്ഞിൻ്റെ ജനനം ആ വീടിൻ്റെ മുഴുവൻ താളവും തെറ്റിച്ചിരുന്നു. അടുത്തത് കടം വാങ്ങിയ പൈസ ചോദിച്ച് 2 പേര് വന്ന് ജയയുടെ ഭർത്താവായ ജോസഫിനോട് തട്ടിക്കയറുന്നു. ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ജയ ജോസഫിനോട് വിവേക് സാർ പറഞ്ഞ മോഡലിങ്ങിൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഭർത്താവോ ഇതെങ്ങനെ അവളോട് പറയുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഏതായാലും ജയ ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത ലോഞ്ചറിയുടെ മോഡലാകുന്നു. തൻ്റെ ഗതികേട് കൊണ്ടാണ് അവൾ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചമ്മലും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ സിയ ആയിരുന്നു ഫോട്ടോഗ്രാഫർ. സിയ ജയയെ മാക്സിമം കംഫർട്ടാക്കിയാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഏതായാലും ഫോട്ടോഷൂട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കുന്നു. ജയയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി സിയ വന്ന് ജയയോട് സംസാരിക്കുന്നു. ഏതൊരു ജോലി പോലെയുമേ ഉള്ളൂ ഈ ജോലിയും. തനിക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. ഇനിയും ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ജയയുടെ സാലറിയും അതോടൊപ്പം തൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡും കൊടുത്തിട്ട് സിയ അവിടെ നിന്നും പോകും. ആ സീൻ കട്ടായി അടുത്തത് കാണിക്കുന്നത് റേച്ചലിനെയാണ്. ഡയറക്ടർ പെട്ടെന്ന് കാണണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ റേച്ചൽ നേരെ നമ്മുടെ ഇമാൻ വർക്ക് ചെയ്യുന്ന ആ ഹോട്ടലിലേക്ക് വരുന്നു. ഇമാനെ കണ്ട് സംസാരിച്ചിട്ടാണ് റേച്ചൽ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഡയറക്ടറിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റിപ്പയറിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് ഇമാനും നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡയറക്ടർ സാർ വിളിച്ചതിൻ്റെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്ന് സംസാരിച്ചു തുടങ്ങുന്നതോടെ റേച്ചലിന് മനസ്സിലാകും. അയാൾ സംസാരിച്ച് ശരീരത്തിലേക്ക് തൊടുമ്പോഴേക്കും റേച്ചലിന് കലി കയറി തുടങ്ങും. അവളാകെ ബഹളം വയ്ക്കുകയും അയാൾക്കിട്ടൊരു തല്ല് കൊടുക്കുകയും ചെയ്യുന്നു. ഒച്ചയും ബഹളവും കേട്ട് ഇമാൻ മുറിയിലേക്ക് വരുമ്പോഴേക്കും റേച്ചൽ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇമാൻ താനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് കരുണപ്രസാദിനോട് പറയുന്നു. GM-നോട് ഇത് റിപ്പോർട്ട് ചെയ്യുമെങ്കിലും അവരത് ഇഷ്യൂ ആക്കണ്ട, ഉള്ള ജോലി കളഞ്ഞ് താൻ ആരെയും സേഫ് ആക്കണ്ട എന്നൊക്കെയാണ് GM ഇമാനോട് പറയുന്നത്. കാരണം ഡയറക്ടർ കരുണപ്രസാദ് ഹോട്ടലുകാർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലയൻ്റ് ആയിരുന്നു. അങ്ങനെ ആകെ ടെൻഷനാകുന്ന ഇമാൻ റൂമിലേക്ക് തന്നെ തിരികെ പോരുന്നു. ഇതേസമയം നിധി മാലിനിയുടെ ഓഫീസിലെത്തി കുഞ്ഞിനെ കാണണം, ഫീഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ബഹളം വെക്കുന്നുണ്ട്. വീട്ടിലെ സാഹചര്യം നിധിക്ക് കുഞ്ഞ് ജനിച്ചതിനെ തുടർന്ന് മോശമായതുകൊണ്ട് തന്നെ നിധിക്ക് ഒരു കാരണവശാലും കുഞ്ഞുമായി യാതൊരു അറ്റാച്ച്മെന്റും വരരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ പാരന്റ്സ് കുഞ്ഞിനെ ശിശുവികസന വിഭാഗത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു. നിധിയുടെ കേസ് വളരെ ജെനുവിൻ ആയതുകൊണ്ട് തന്നെ നിധിയെ മാലിനി അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നു. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന മാലിനി ജയയ്ക്ക് മോഡലിങ്ങിന്റെ സാലറി കൊടുക്കാൻ വേണ്ടി വിവേക് വെച്ചിരിക്കുന്ന ചെക്ക് കാണുന്നു. പക്ഷേ കാര്യമെന്താണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ മാലിനി വിവേകിനോട് ഇനി എന്തൊക്കെ താൻ അറിയാനുണ്ടെന്ന് ദേഷ്യത്തോട് ചോദിക്കും. അപ്പോഴാണ് ജയ മോഡലിംഗ് ചെയ്ത കാര്യമൊക്കെ വിവേക് മാലിനിയോട് പറയുന്നത്. മാലിനി അപ്പോൾ ചോദിക്കുന്നത് യാഥാസ്ഥിതിക കുടുംബത്തിൽപ്പെട്ട ജയ മോഡലിംഗ് ചെയ്തതിൻ്റെ പേരിൽ അവളിനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. എന്നാൽ ഞാൻ നിർബന്ധിച്ചിട്ടല്ല അവൾ ചെയ്തത്, അത് അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണെന്നൊക്കെ വിവേക് മാലിനിയോട് പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വിവേകും മാലിനിയും തമ്മിൽ വഴക്കുണ്ടാകും. അങ്ങനെ സംസാരിച്ച് മാലിനിയും വിവേകും അവരുടെ പ്രശ്നത്തിലേക്ക് വരുന്നു. രോഗത്താൽ വന്ന മാലിനിയുടെ ശാരീരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വിവേകിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവർ പിരിയാനും തീരുമാനിക്കും. ഈ സമയം ഇമാൻ ഏതായാലും റേച്ചലിനോടൊപ്പം തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ റേച്ചലും ഇമാനും പോലീസ്
സ്റ്റേഷനിലെത്തി പരാതിപ്പെടുന്നു. എന്നാൽ പരാതി എഴുതുന്ന കോൺസ്റ്റബിൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ നല്ല എരിവും പുളിയും മസാലയും ഒക്കെ ചേർത്താണ് പരാതി എഴുതുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് റേച്ചൽ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിൾമാര് റേച്ചലിനോട് വല്ലാത്ത ഇൻസൾട്ട് ആകുന്ന രീതിയിലൊക്കെ മോശമായി സംസാരിക്കുന്നു. അപ്പോഴേക്കും അവിടുത്തെ SI പെട്ടെന്ന് അങ്ങോട്ട് വരുന്നു. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നതുകൊണ്ട് തന്നെ വളരെ മാന്യമായിട്ടാണ് റേച്ചലിനോടും ഇമാനോടും സംസാരിക്കുന്നത്. കൂടാതെ ഒരു വക്കീലിനെയും അദ്ദേഹം അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കും. റേച്ചൽ അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ശരൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് വരുന്ന റേച്ചലിനോട് അയാളൊന്ന് തൊട്ടതല്ലേ ഉള്ളൂ, അതിന് പരാതിയൊക്കെ കൊടുക്കണോ എന്ന് ചോദിക്കുന്ന ശരണിനോട് റേച്ചൽ ദേഷ്യപ്പെടും. ഇമാനാണെങ്കിൽ റേച്ചലിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ തന്റെ ജോലി പോകും എന്ന വിഷമത്തിലായിരുന്നു. താനെങ്ങനെ അനിയത്തിയുടെ ഫീസ് അടയ്ക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഇമാനെ സിയ ഞാനുണ്ട് നിനക്ക്, എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ ജയ ഒരു ദിവസം റോഡിലൂടെ വരുമ്പോൾ അവൾ മോഡലിംഗ് ചെയ്ത ഒരു വലിയ ബോർഡ് റോഡിൽ വച്ചിരിക്കുന്നത് അവൾ കാണുന്നു. അതോടെ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്നൊക്കെ ജയ ടെൻഷനാകുന്നു. അവൾ അങ്ങനെ വീട്ടിലെത്തുമ്പോൾ എല്ലാത്തിനും തന്നെ കുറ്റം പറയുന്ന അമ്മായിയമ്മ വരെ അവൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ കൂടെ നിന്ന് എല്ലാം ചെയ്യിച്ച ഭർത്താവിന് ജയയോട് ദേഷ്യമാകുന്നു. അയാളുടെ കുറ്റപ്പെടുത്തൽ ജയയ്ക്ക് വല്ലാതെ സങ്കടമുണ്ടാക്കും. നിധിയുടെ പാരന്റ്സ് നിധിയെ കാണാൻ വേണ്ടി മാലിനിയുടെ ഓഫീസിലേക്ക് വരുന്നു. നിധിയുടെ കുഞ്ഞിനെ കുറിച്ച് വളരെ മോശമായി പറയുന്നത് കൊണ്ട് തന്നെ മാലിനി അവരെ അവിടെ നിന്നും കുഞ്ഞിനെയോ നിധിയെയോ ഒന്നും കാണിക്കാതെ തന്നെ പറഞ്ഞുവിടുന്നു. നിധിക്ക് സ്വന്തം വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനെയും നിധിയെയും മാലിനി അഡോപ്റ്റ് ചെയ്യും. വിവേക് തന്നെ വിട്ടുപോയതിൽ പിന്നെ ഒറ്റയ്ക്കായി പോയ മാലിനിക്ക് നിധിയുടെയും കുഞ്ഞിന്റെയും വരവ് വലിയൊരു സന്തോഷമാകും. ശരൺ ഇതിനിടയിൽ തനിക്കൊപ്പമല്ല കിരണിന്റെ സൈഡാണെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അവൻ ഉണ്ടായിരുന്നിടത്ത് വന്ന് റേച്ചൽ അവന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ട് പോകുന്നു. കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെയല്ല എന്നറിയുമ്പോഴുള്ള വിഷമം റേച്ചലിന് സഹിക്കാനാകുന്നില്ല. റേച്ചലിന്റെ കേസിൽ സാക്ഷിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ തന്റെ ജോലി പോകുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും ഇമാൻ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. തന്നെയുമല്ല അവൾ ആ ഹോട്ടലിലെ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്യുന്നു. ശേഷം സ്വാതന്ത്ര്യബോധത്തോടും സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അന്നേവരെ അവൾ അനുഭവിച്ചിരുന്ന ജോലിയുടെ എല്ലാ ടെൻഷൻസും വെടിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇമാൻ പുറത്തേക്ക് പോകുന്നു. ചെയ്തുപോയ തെറ്റിൽ കുറ്റബോധം തോന്നുന്നത് കൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ചാൻസ് ചോദിച്ച് വിവേക് മാലിനിയുടെ അടുത്തേക്ക് വരും. എന്നാൽ കുറച്ചു സമയം കൂടി വേണമെന്ന് പറഞ്ഞ് മാലിനി അവനെ ഒഴിവാക്കുന്നു. ജയ സ്വന്തമായി ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയിരുന്നു. സിയയോട് അവൾ കൂടുതൽ മോഡലിംഗ് അവസരങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ അവൾ വളരെ മനോഹരമായി ഉപയോഗിക്കുകയും ചെയ്യും. ജയയുടെ മാറ്റം കണ്ട് സിയയും റേച്ചലും വരെ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ ജയയുടെ ജീവിതവും വളരെ സന്തോഷപൂർണ്ണമായി തുടങ്ങുന്നു. ജയയുടെ കാര്യം സിയ ഇമാനോടും വന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഇമാന്റെ കയ്യിൽ നിന്ന് അധികാരത്തോടും അതിലുപരി സ്നേഹത്തോടും കൂടി സിയ സിഗരറ്റ് വാങ്ങി കളയുന്നു. തന്റെ എല്ലാ പ്രശ്നങ്ങളിലും തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന സിയയെ ഇമാൻ അതോടെ ഉൾക്കൊള്ളും. ഇമാൻ വേഗം സിയയെ കിസ് ചെയ്യും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർ ഒന്നായി ഒരുമിച്ച് ജീവിക്കുന്നു. അടുത്ത സീനിൽ ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികൾക്ക് ജെൻഡർ അവയർനെസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഇമാനെയാണ് കാണിക്കുന്നത്. എന്താണ് ജെൻഡർ ക്ലാസിഫിക്കേഷൻ എന്ന് ഇമാൻ ചോദിക്കുമ്പോൾ ഒരു പയ്യൻ വിത്ത് ബൂബ്സ് ആൻഡ് വിത്തൗട്ട് ബൂബ്സ് എന്ന് പറയുന്നു. ഇത് കേട്ട് മറ്റു കുട്ടികൾ പൊട്ടിച്ചിരിക്കും. ഇത് കണ്ടു നിൽക്കുന്ന ഇമാനെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.